ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഷാലൂസ് പ്ലാന്റ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ആയിട്ടാണ്. കോംബോ ഓഫറാണ്. നമ്മൾ പ്ലാന്റ്സുകളൊക്കെ ഇവിടെ 3 സെറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ തരുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പ്ലാന്റ് സൈസൊക്കെ നോക്കിയ ശേഷം മാത്രം ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോംബോയാണ് വേണ്ടത്, ഫസ്റ്റ് കോംബോയാണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ എന്നുള്ള വിവരം വ്യക്തമായിട്ട് പറയുക. പ്ലാൻസൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയ ശേഷം മാത്രം ഓർഡർ ചെയ്യുക. പ്ലാൻസ് അയച്ചു തരുന്നത് DTDC കൊറിയർ വഴിയാണ്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരും. പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ്. നമ്മൾ ഈ ആഴ്ച ആയിട്ട് തന്നെ എല്ലാം അയച്ചു തീർക്കുന്നതായിരിക്കും. തിങ്കളാഴ്ച തന്നെ അയക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോംബോയിലെ പ്ലാന്റ്, ആദ്യത്തെ പ്ലാന്റ് ഇതാ ഈ ഒരു പനിക്കൂർക്ക പ്ലാന്റ് ആണ്. ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. എന്തായാലും ഈ ഒരു കോംബോ എടുക്കുന്നവർക്ക് ഒരു നഷ്ടവും വരുന്നതല്ല. അടുത്തത് സൺസെറ്റ് ബെല്ലാണ്. ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസൊക്കെ നോക്കിക്കോളുക. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് തരുന്നത്. അടുത്തത് ലക്കി ബാമ്പു ആണ്. ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാനൊക്കെ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റ് സൈസൊക്കെ നോക്കിക്കോളൂ. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് ഫെഡിലാന്തസിൻ്റെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കോംബോയിൽ ഇട്ടിരിക്കുന്നത്. അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റി ആണ്. റൂട്ടഡ് പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യേണ്ടി വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ പ്ലാന്റൊക്കെ നശിച്ചു പോയാൽ പിന്നെ ഓർഡർ ചെയ്യേണ്ടി വരും. അടുത്തത് ഒരു എപ്പീഷ്യ വെറൈറ്റിയാണ്. യെല്ലോ കളർ ഫ്ലവർ പിടിക്കുന്ന എപ്പീഷ്യയാണ്. ഇത് ഹാങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഫ്ലവറും ഒക്കെ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ തരുന്നത്. അടുത്തത് ഒരു കലാത്തിയാണ്. ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫിൻ്റെ അടിവശമൊക്കെ ഒരു ഡാർക്ക് കളറാണ്. പെട്ടെന്ന് തന്നെ തുരുതുര ഷൂട്ടുകളൊക്കെ ഉണ്ടായി വെക്കുന്ന പോട്ട് ഫില്ലായി കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു കലാത്തിയ. അതും നമ്മൾ ഫസ്റ്റ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഡെവിൾസ് ബാക്ക് ബോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തത് ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഹാങ്ങിങ് ഫിലോഡൻഡ്രോൺ ആണ്. റൂട്ടഡ് പ്ലാന്റ് ആണ്. കഴിഞ്ഞ സെയിലൊക്കെ നമ്മൾ കട്ടിങ്സ് ഒക്കെ നൽകിയിരുന്നു. ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തത് സഡൻ പ്ലാന്റ് ആണ്. ഹാങ്ങിങ് പോട്ടിലോ വെർട്ടിക്കൽ ഗാർഡനിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പേര് ഇതിന് ചോദിച്ച് വരുന്നുണ്ടായിരുന്നു. അടുത്തതും ഒരു സിങ്കോണിയം വെറൈറ്റി തന്നെയാണ്. റൂട്ടഡ് പ്ലാന്റ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ്സ് ചോദിക്കരുത്. നമ്മളത് കോംബോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് ഒരു പോത്തോസ് വെറൈറ്റിയാണ്. എൻജോയ് പോത്തോസ് ആണ്. ഒത്തിരി ഡിമാൻഡുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത്. അടുത്തത് സെഫീഡിയം ആണ്. ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇനി ഫ്ലവർ ഉണ്ടായില്ലെങ്കിൽ കൂടി അതിൻ്റെ ലീഫുകളൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ 2 ബേബി പ്ലാന്റ്സും അതിലുണ്ട്. പ്ലാന്റ് സൈസൊക്കെ നോക്കിക്കോളൂ. അടുത്തതും ഒരു ഫെഡിലാന്തസ് ആണ്. ഗ്രീൻ കളർ ലീഫോട് കൂടിയിട്ടുള്ളത്. പ്ലാന്റ് സൈസൊക്കെ ഇതാണ്. റൂട്ടഡ് പ്ലാന്റ് ആണ്. എല്ലാം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ 3 കോംബോയിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്തത് വാൻഡ്രിഞ്ചു ആണ്. റൂട്ടഡ് പ്ലാന്റ് ആണ്. നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് കോംബോയിലെ പ്ലാന്റ്സ്. ഇത്രയും പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അടക്കം 350 രൂപയാണ് ഫസ്റ്റ് കോംബോയുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സൊക്കെ നന്നായിട്ട് നോക്കിയ ശേഷം നിങ്ങൾക്കത് ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് രണ്ടാമത്തെ കോംബോയിലെ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഇതിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ്. പർപ്പിൾ ഹാർട്ട് ആണ്. നല്ല വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ലീഫുകൾ ഇത്രയും ഡാർക്കായിട്ട് നിൽക്കും. ചെറിയ പിങ്ക് ഫ്ലവർ ഉണ്ടാവും. അടുത്തത് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ റോയോ പ്ലാന്റ് ആണ്. ഒരുപാട് തൈകൾ ചോട്ടി പെട്ടെന്ന് തന്നെ നമുക്കിത് പോട്ട് ഫില്ലായി കിട്ടും. അങ്ങനത്തെ ഒരു പ്ലാന്റ് തന്നെയാണ്. വെരിഗേറ്റഡ് ലീഫോട് കൂടിയതാണ്. അടുത്ത പൊട്ടറ്റോ വൈനാണ്. റൂട്ടഡ് പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഇതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തത് മദർ ഓഫ് 1000 എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ അറ്റത്തുനിന്ന് കുഞ്ഞു തൈകളൊക്കെ ഉണ്ടായി പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. വലിയ കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ സെയിൽ ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുവാണ്. മദർ ഓഫ് 1000. അടുത്തത് ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ്. നമ്മുടെ ക്രീപ്പിംഗ് ചാർലി ആണ്. റൂട്ടഡ് പ്ലാന്റ് ആണ്. അത്യാവശ്യം ഹാങ് ആയി തുടങ്ങിയ പ്ലാന്റ് ആണ്. അടുത്തത് ഒരു ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. ഒരു ബൊക്കെ പോലെയൊക്കെ ഇരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
അടുത്തത് കലാഞ്ചിയുമാണ്. റെഡ് കളർ ഫ്ലവറാണെന്ന് തോന്നുന്നു, എനിക്കിതിൽ ഫ്ലവർ കിട്ടിയിട്ടില്ല, അപ്പോൾ ആ ഒരു വിവരം കൂടെ എടുത്ത് പറയുകയാണ്. അടുത്തത് എപ്പീഷിയാണ്, റെഡ് കളർ ഫ്ലവർ പിടിക്കുന്നത്. ഹാങ് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലീഫ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. പെട്ടെന്ന് തന്നെ ഹാങ് പോട്ട് നമുക്ക് ഫില്ലായി കിട്ടും. നല്ല റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ്. അടുത്തത് സിൽവർ പോത്തോസ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ സെയിം പ്ലാന്റ് തന്നെയാണ് തരുന്നത്. ലീഫുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ രണ്ടാമത്തെ കോംബോയിലെ പ്ലാന്റാണ്. അടുത്തത് മുറി കൂടിയാണ്, ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. കൂടാതെ നമ്മളത് അലങ്കാരത്തിനായിട്ടുമൊക്കെ വളർത്താറുണ്ട്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ്. പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഒരുപാട് തവണ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. ഇപ്രാവശ്യം അത് കോംബോ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്, പിങ്ക് കളർ ലീഫോട് കൂടിയിട്ടുള്ളത്. ഇതൊക്കെ എന്നോട് ആരൊക്കെ വാട്സപ്പിൽ ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ ഇടയ്ക്ക് സെയിൽ നിർത്തി വെച്ചൊരു സമയത്തായിരുന്നു, അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാതായത്. അടുത്തൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഇത് വെയിലത്ത് ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിങ്ക് കളറാവും ഈ ഒരു ലീഫിന്. നല്ല ബുഷിയായി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ്. ഇത്രയും പ്ലാന്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഷെയ്ഡിലിരുന്നുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കളർ, അല്ലെങ്കിൽ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അടുത്തത് ഒരു ഹാങ് വെറൈറ്റിയാണ്, ടാങ്കിൾ ഹാർട്ടാണ്. ഇത് ഇത്രയും പ്ലാന്റ് ഉണ്ടാവും. ഞാനത് അങ്ങോട്ട് താഴോട്ട് കിടന്നത് ഞാൻ അങ്ങോട്ട് എടുത്ത് കയറ്റി വെച്ചതാണ് പോട്ടിലേക്ക്. അടുത്തത് മാർബിൾ പോത്തോസ് ആണ്, റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ കോംബോയിലെ പ്ലാന്റ്. ഈ കൊറിയർ ചാർജ് അടക്കം ഈ രണ്ടാമത്തെ കോംബോയുടെ റേറ്റ് എന്ന് പറയുന്നത് 450 രൂപയാണ്. 450 രൂപ കൊറിയർ ചാർജ് അടക്കമാണ്. എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്ത മൂന്നാമത്തെ കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഈ ഒരു കലേഡിയമാണ്. ഇത് നമ്മുടെ ക്രിസ്മസ് കലേഡിയം അല്ല. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കഴിഞ്ഞ സെയിലൊക്കെ ആരൊക്കെ എൻ്റെ അടുത്ത് വാങ്ങിയിരുന്നു. അടുത്തത് എപ്പീഷിയാണ്, പിങ്ക് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. ഇത്രയും തിക്കായിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത്. അടുത്തത് നിയോൺ പോത്തോസ് ആണ്. ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ സെയിലിലേക്ക്, ഒത്തിരി പേര് വാങ്ങി. ഇതിപ്പോൾ റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തതും ഒരു എപ്പീഷിയാണ്. ഇതിലും പിങ്ക് കളർ ഫ്ലവർ തന്നെയാണ് പിടിക്കുന്നത്. റോസ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. അത്യാവശ്യം ഹാങ് ആയി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ്. ലീഫുകളൊക്കെ ഒരു വെൽവെറ്റ് പോലെയാണ്. ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് മഞ്ജുള പോത്തോസ് ആണ്, റൂട്ടഡ് പ്ലാന്റ് ആണ്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ കോമ്പോയിലുണ്ടായിരുന്നു മാർബിൾ പോത്തോസ് ആണ്. അടുത്തത് ഇതായി ഒരു ഹാങ് പെപ്പറോമിയ പ്ലാന്റ് ആണ്, റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. വൈറ്റ് ഷെയ്ഡ് കൂടെ കയറി വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഗ്രീനും വൈറ്റും റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ്, റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് പേര് കഴിഞ്ഞ സെയിൽ വീഡിയോസിലൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് പേര് ബൾക്കായിട്ടും വാങ്ങിയിരുന്നു. അടുത്തത് മെക്സിക്കൻ പെറ്റൂണിയുടെ ഒരു പ്ലാന്റ് ആണ്. ഇത് വൈറ്റ് ആണോ പിങ്ക് ആണോ എന്നറിയില്ല, വൈറ്റ് ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ബഡൊക്കെ ആയിട്ടുണ്ട്, നോക്കിയിട്ട് മാത്രം വാങ്ങുക. അടുത്തത് ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ്. ഹാങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ പെട്ടെന്ന് ആ ഒരു പോട്ട് ഫില്ലായി കിട്ടും. ഒരുപാട് തൈകൾ പെട്ടെന്ന് ഉണ്ടായി വരും. അടുത്തത് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു ഫിലോഡോണ്ടൺ വെറൈറ്റിയാണ്, റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതെല്ലാം മൂന്നാമത്തെ കോംബോയിലെ പ്ലാന്റ് ആണ്. അടുത്തത് ഒരു ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. അഗ്ലോണിമയാണ്, റെഡ് ലിപ്സ്റ്റിക് ആണ്, റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തത് പീലിയയുടെ ഒരു പ്ലാന്റ് ആണ്. പിന്നെ അലുമിനിയം പ്ലാന്റ് എന്ന് അങ്ങനത്തെ ഒരു പേര് കൂടി ഇതിനുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. റൂട്ടഡ് പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസൊക്കെ നോക്കിക്കോളുക. അടുത്തത് ഡക്ക് ഫീറ്റ് ആണ്, റൂട്ടഡ് പ്ലാന്റ് ആണ്. അതിൻ്റെ ലീഫുകൾ താറാവിൻ്റെ കാല് പോലെയാണ്. നല്ല ഭംഗിയാണ് അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. കട്ടിങ്സ് ഒക്കെ വെച്ച് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഒരു കലേഡിയമാണ്. ഗ്രീനിൽ ഒരു കുങ്കുമം പോലെ നടുക്കിങ്ങനെ റെഡ് ഉള്ള ഒരു വെറൈറ്റിയാണ്. അടുത്തത് ഒരു ബിഗോണിയാണ്, റൂട്ടഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൂന്നാമത്തെ കോംബോയിലെ പ്ലാന്റ്സ്. ഇതിൻ്റെ കൊറിയർ ചാർജ് അടക്കമുള്ള റേറ്റ് എന്ന് പറയുന്നത് 450 രൂപയാണ്. ഇതിൻ്റെയും റേറ്റ് കൊറിയർ ചാർജ് അടക്കം. പ്ലാന്റൊക്കെ അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ് ഈ റേറ്റ്. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ വെറുതെ ജസ്റ്റ് റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ കോംബോയിലുള്ള പ്ലാന്റ്സൊക്കെ എല്ലാവരും നോക്കുക. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇരുന്നിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലാന്റ്സൊക്കെ എടുത്ത് മാറ്റി ഇത് പുതിയ സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ പ്ലാന്റൊക്കെ പ്രൊപ്പഗേഷനിലേക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. അത് നമ്മൾ പിന്നീട് കംപ്ലീറ്റ് ഒരു ഗാർഡൻ വീഡിയോ ആയിട്ട് ഇടാം.
ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് എല്ലാ സ്ഥലവും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാ പ്ലാന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയാണ്. കുറേ പ്ലാന്റുകൾ നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഓണമൊക്കെ കഴിയുമ്പോൾ നല്ലൊരു സെയിൽ വീഡിയോ ഒക്കെ ഇടാം. താങ്ക് യു.